പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ടോപ്പിക്കിന്റെ പേര് മണ്ണിനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്? മണ്ണിനങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, തിളച്ച മണ്ണിൽ കാൽനടയായി. അങ്ങനെ പുസ്തകം എഴുതിയത് ആരാണ്? തിളച്ച മണ്ണിൽ കാൽനടയായി. അറിയാവോ? നമുക്ക് പഠിക്കാം. പഠിച്ചു വരുമ്പോൾ അതിന്റെ കൂടെ പഠിക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഏതാണ്? തിളച്ച മണ്ണിൽ കാൽനടയായി. അപ്പൊ നോക്കിയോ, എങ്ങനെയാണ് ഈ മണ്ണ് രൂപപ്പെടുന്നതെന്ന് അറിയാവോ? മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയാവോ? ശിലകൾ പൊടിഞ്ഞാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ്? കാലാന്തരത്തില് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കാലാന്തരത്തില് ശിലകൾക്ക്, ശില എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലുകൾ, ഇങ്ങനെയുള്ള ശിലകൾക്ക് എന്ത് സംഭവിക്കും? അപക്ഷയം സംഭവിക്കും. ഇങ്ങനെ അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ എന്താണ്? കാലാന്തരത്തിൽ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് മണ്ണ് രൂപപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിനെ എന്ത് വിളിക്കാം? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അപ്പൊ പെഡോളജി എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഈ മണ്ണ് രൂപപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട്, അതിനെ എന്ത് വിളിക്കാം? പെഡോജെനസിസ്. എന്താണ്? പെഡോജെനസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ അത് പെഡോളജി. ഇനി ഈ മണ്ണ് രൂപപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മൾ വിളിച്ചല്ലോ, അതിനെ എന്തെന്ന് പറയാം? പെഡോജെനസിസ്. എന്താണ്? പെഡോജെനസിസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാലാന്തരത്തില് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് മണ്ണ് രൂപപ്പെടുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഈ മണ്ണ് രൂപപ്പെടുന്ന ആ പ്രക്രിയയാണ് പെഡോജെനസിസ്. എന്താണ്? പെഡോജെനസിസ്. ഇനി പുരാതന കാലത്ത് മണ്ണിന്റെ രൂപീകരണത്തെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, എന്താണ്? പുരാതന കാലത്ത് മണ്ണിന്റെ രൂപീകരണം, ഈ മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ നമുക്ക് പ്രധാനമായിട്ട് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. അറിയാവോ? നിങ്ങൾ കേട്ടുള്ള പേരുകൾ തന്നെയാണ്. ഉർവരയും ഊഷരയും. എന്താണ്? ഉർവര, ഊഷര. എന്താണ് ഉർവരയും ഊഷരയും ചോദിച്ചാ? പുരാതന കാലത്തില് മണ്ണ് രൂപപ്പെടുന്നത് രണ്ട് പ്രക്രിയയിലൂടെയാണ്. എങ്ങനെയൊക്കെയാണ്? ഉർവരയും ഊഷരയും. എന്താണ് ഉർവര, എന്താണ് ഊഷര? അറിയാവോ? ഉർവര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഉർവര എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠത കൂടിയ മണ്ണാണ് ഉർവര. അപ്പൊ ഉർവര എന്താണ്? ഫലഭൂഷ്ഠത കൂടിയ മണ്ണ്. അപ്പൊ ഫലഭൂഷ്ഠത കൂടിയ മണ്ണ് ഏതാണ്? ഉർവര. അങ്ങനെയാണെങ്കിൽ ഊഷര എന്തായിരിക്കും? കുറഞ്ഞത്. അപ്പൊ അതിന് നമുക്ക് വേറെ എങ്ങനെ പറയാം? വളക്കൂറില്ലാത്ത മണ്ണ്. എന്താണ്? വളക്കൂറില്ലാത്ത മണ്ണിനെയാണ് എന്തെന്ന് പറയുന്നത്? ഊഷര. അപ്പൊ ഉർവരയും ഊഷരയും. ഈ ഉർവരയും ഊഷരയും എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പുരാതന കാലത്ത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിച്ച, അല്ലെങ്കിൽ മണ്ണിന്റെ രൂപീകരണത്തെ നമുക്ക് എത്രയായിട്ട് തിരിച്ചിരുന്നു? രണ്ടായിട്ട് തിരിച്ചിരുന്നു. അതിനെയാണ് ഏതൊക്കെയാണ് ആ രണ്ടായിട്ട് തിരിച്ചത്? ഉർവരയും ഊഷരയും. അതിൽ ഉർവര എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലഭൂഷ്ഠത കൂടിയ മണ്ണാണ് ഉർവര. ഊഷരയാണെങ്കിലോ ഫലഭൂഷ്ഠത കുറഞ്ഞത്, അല്ലെങ്കിൽ വളക്കൂറില്ലാത്ത മണ്ണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, കാലാന്തരത്തിലെ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപപ്പെട്ടത്? മണ്ണ് രൂപപ്പെട്ടത്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപപ്പെടുന്ന ഈ ഒരു പ്രക്രിയ വിളിച്ച പേരാണ് പെഡോജെനസിസ്. ഇനി പുരാതന കാലം മുതൽ ഈ മണ്ണിന്റെ രൂപീകരണത്തെ പ്രധാനമായിട്ട് സ്വാധീനിച്ച രണ്ട് ഘടകങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രൂപീകരണത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ഉർവരയും ഊഷരയും. ഉർവര എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠത കൂടിയ മണ്ണ്. ഊഷര എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠത കുറഞ്ഞത്, അല്ലെങ്കിൽ വളക്കൂറില്ലാത്ത മണ്ണ്. ഓക്കെ അല്ലേ? ഇനി ഈ മണ്ണ് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് മണ്ണ് ഉണ്ടാവൂല. അപ്പൊ ഈ മണ്ണിന്റെ രൂപീകരണത്തിന് കുറെ ഘടകങ്ങൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പൊ കുറെ ഘടകങ്ങൾ ഹെൽപ്പ്, അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് അറിയാന്നുള്ളൊന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാലാവസ്ഥ. നെക്സ്റ്റ്, കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വേറെ എന്ത് പറയാം? മണ്ണ്, സമയം. അതെ, സമയം. ഓക്കെ, സമയം വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എടാ, നമുക്കിപ്പോ ഇന്നൊരു കല്ലിരിക്കുന്നത് കണ്ടു, നാളെ രാവിലെ എണീക്കുമ്പോ അത് മണ്ണായിട്ട് കിടക്കുവോ? ഇല്ല. അപ്പൊ ഒന്നായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? വർഷങ്ങൾ എടുക്കാം. അപ്പൊ നമ്മുടെ ഈ മണ്ണ് രൂപപ്പെടാൻ കുറെ ഫാക്ടറുകൾ മണ്ണിനെ സഹായിക്കുന്നുണ്ട്, മണ്ണ് രൂപപ്പെടാനുള്ള ആ ഒരു പ്രക്രിയ. അപ്പൊ അതിലൊന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു, എന്ത്? കാലാവസ്ഥ. അപ്പൊ നമ്മുടെ കാലാവസ്ഥ ഈ ഒരു മണ്ണിന്റെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്ത രണ്ടാമത് നീ പറഞ്ഞല്ലേ, സമയം. അപ്പൊ അതിന് നമുക്ക് എന്താണ്? അത് അടുത്തൊരു ഫാക്ടറായിട്ട് പറയാൻ പറ്റിയ കാര്യമാണ് എന്ത്? സമയം. അപ്പൊ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യം ഏത് പറഞ്ഞു? കാലാവസ്ഥ. രണ്ടാമത് എന്ത് പറഞ്ഞു? സമയം. എടാ, സമയം പോലെ നമുക്ക് വേറെ പറഞ്ഞൂടെ? കാലപ്പഴക്കം. പറഞ്ഞൂടെ? കാലപ്പഴക്കം. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കാലപ്പഴക്കം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കാലാവസ്ഥ, സമയം, കാലപ്പഴക്കം. അതുപോലെ സസ്യങ്ങളും ജന്തുജാലങ്ങളും. ചിലപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? സസ്യ
സസ്യങ്ങളും ജന്തുജാലങ്ങളും. എന്താണ്? സസ്യങ്ങളും ജന്തുജാലങ്ങളും. അപ്പൊ നമ്മൾ മണ്ണ് രൂപപ്പെടുന്ന ആ ഒരു പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ പഠിച്ചത് അത്രയും. കാലാവസ്ഥ, സമയം, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുജാലങ്ങളും. ഇനി ഒരു മാതൃശില ഉണ്ടാവൂലേ? ഒരു മാതൃശിലയെന്നല്ലേ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ മാതൃശില അടുത്തൊരു ഘടകമാണ് മാതൃശില. ഏതാണ്? മാതൃശില. അപ്പോ മണ്ണ് രൂപീകരിക്കുന്ന ആ ഒരു പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ 5 എണ്ണമാണ് പഠിച്ചത്. പഠിച്ചു വെച്ചേക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. കാലാവസ്ഥ, സമയം, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുജാലങ്ങളും, മാതൃശില. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 1 ഇഞ്ച് കനം. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഒരു നമ്മൾ കുറച്ച് 1 ഇഞ്ച് ഈ 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. വർഷം. എത്ര വർഷം? നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക്. എത്ര വർഷം എടുത്തിട്ടായിരിക്കും 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഒന്നും അല്ല കേട്ടോ. ആലോചിച്ച് ഒന്നും കൂടി. അത്രയൊന്നും അല്ല. ഒരു 4 അക്ക സംഖ്യയിൽ പോവും. 1000 വർഷം എടുക്കും കേട്ടോ. 1000 വർഷം. 4 അക്ക സംഖ്യ ദശലക്ഷം. ഓക്കെ. അപ്പോ 1 ഇഞ്ച്, ആ 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷം എടുക്കും? 1000 വർഷം എടുക്കും. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു 1000ത്തിലോട്ട് ഒരിക്കലും പോവില്ല. അപ്പോ 1 ഇഞ്ച് കനം നമ്മൾ നേരത്തെ പറഞ്ഞു, കാലപ്പഴക്കമുണ്ട്, സമയം എല്ലാം എടുത്തിട്ടാണ് മണ്ണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടുക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 1000 വർഷമാണ് കേട്ടോ. 1000 വർഷം. അപ്പൊ ഇന്നത്തെ നമുക്കറിയാം മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതിയുണ്ട്, മണ്ണും ജലവും ഉപയോഗിക്കാത്ത കൃഷിരീതികളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതി എന്തെന്ന് വിളിക്കാം? ഹൈഡ്രോപോണിക്സ്. എന്താണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതി. അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? മണ്ണ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതിയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. എന്താണ്? ഹൈഡ്രോപോണിക്സ്. അപ്പൊ എന്താണ് ഹൈഡ്രോപോണിക്സ്? മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതി. ഇനി മണ്ണും വെള്ളവും ഉപയോഗിക്കൂല, മണ്ണും ജലവും ഉപയോഗിക്കാതെ ഉള്ളതാണെങ്കിലോ? അത് എയറിലാണ് കൃഷി ചെയ്യണേന്ന് ഓർത്താൽ മതി കേട്ടോ. എന്താണ് അതിന്റെ പേര്? എയറോപോണിക്സ്. എന്താണ്? എയറോപോണിക്സ്. അപ്പൊ മണ്ണ് മാത്രം, മണ്ണ് ഉപയോഗിക്കാത്ത കൃഷി രീതിയാണെങ്കിൽ അത് ഏതാണ്? അത് ഹൈഡ്രോപോണിക്സും. മണ്ണും ജലവും ഉപയോഗിക്കാതെ ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം? എയറോപോണിക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. കാലാവസ്ഥ, സമയം, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുജാലങ്ങളും, മാതൃശില. ഓക്കെ അല്ലേ? അപ്പൊ മണ്ണും ജലവും ഉപയോഗിക്കാത്ത കൃഷി രീതിയാണെങ്കിൽ എയറോപോണിക്സ്. കിട്ടിയോ? ഇനി നോക്കിയോ, ഇലക്ട്രോണിക് സോയിൽ. അതായത് ഇലക്ട്രോണിക് സോയിൽ, ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇലക്ട്രോണിക് സോയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം. ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇന്ത്യ അല്ല. ഇലക്ട്രോണിക് സോയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം സ്വീഡൻ ആണ്. ഏതാണ്? സ്വീഡൻ. അപ്പൊ ഇലക്ട്രോണിക് സോയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യമാണ് ഏത്? സ്വീഡൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഇലക്ട്രോണിക് സോയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യമാണ് സ്വീഡൻ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, നമ്മൾ പരീക്ഷയൊക്കെ കാണാറുണ്ടല്ലേ, മണ്ണിലെ അമ്ലത്വം ഉണ്ടല്ലേ, അസിഡിറ്റി ഉണ്ട് മണ്ണിൽ. അപ്പൊ ഈ മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ ചേർക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഈ മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്ലോറിൻ അല്ലടാ, ഒന്ന് ഓർത്ത് നോക്ക്. കിട്ടും, അറിയാന്നുള്ളതാണ്. കുമ്മായം. എന്താണ്? കുമ്മായം. അപ്പൊ എന്തിനാണ് കുമ്മായം ഉപയോഗിക്കുന്നത്? മണ്ണില് അമ്ലത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? കുമ്മായം. അതായത് നമുക്ക് ഓരോ കൃഷി രീതിക്കും മണ്ണിന് എന്തുണ്ട്, കുറച്ച് നമ്മൾ pH നോക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഇടയ്ക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്, ആ pH നോക്കുന്ന സമയത്ത് അസിഡിറ്റി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കുമ്മായം. അപ്പൊ മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംയുക്തമാണ് ഏത്? കുമ്മായം. കുമ്മായത്തെ നമുക്ക് എങ്ങനെ പറയാടാം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അല്ല, നമുക്ക് വേറൊരു പേര് പറയാം, മിൽക്ക് ഓഫ് ലൈം. എന്താണ്? മിൽക്ക് ഓഫ് ലൈം. അപ്പോ മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടി മണ്ണിൽ ചേർക്കുന്ന സംയുക്തത്തിന്റെ വിളിക്കുന്ന പേരാണ് കുമ്മായം. കുമ്മായത്തെ നമുക്ക് എങ്ങനെ പറയാം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. പിന്നെ അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന എന്താണ്? ഒന്നുകിൽ മിൽക്ക് ഓഫ് ലൈം എന്ന് ചോദിച്ചിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് ചോദിക്കാം, കുമ്മായം എന്നും ചോദിക്കാം കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നോക്കിയോ, ഈ മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. നമ്മൾ പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അറിയാം. അസറ്റോ ബാക്ടർ. എന്താണ് അസറ്റോ ബാക്ടർ?
മണ്ണില് എന്തിന്റെ nitrogen നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് മണ്ണില് നൈട്രജൻ നമ്മുടെ എന്താണ് സസ്യങ്ങളും ഈ ഇതൊക്കെ വളർന്നു വരണമെങ്കിൽ എന്ത് വേണം? മണ്ണില് നൈട്രജൻ വേണം. അപ്പോൾ മണ്ണില് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ഏത്? അസറ്റോബാക്ടർ. ഏതാണ്? അസറ്റോബാക്ടർ. അപ്പൊ എന്താണ് അസറ്റോബാക്ടർ? മണ്ണില് നൈട്രജൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് അസറ്റോബാക്ടർ. ഇനി ഒരു കറണ്ട് അഫയർ ആണ്, ഇപ്പോഴത്തെ അല്ല കുറച്ച് മുന്നേ ഉള്ള എങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സോയിൽ ഹെൽത്ത് കാർഡ് കേട്ടിട്ടുണ്ട്. എന്നാണെന്ന് അറിയാമോ ഈ സോയിൽ ഹെൽത്ത് കാർഡ് വന്നത്? 2015 കേട്ടോ. എന്നാണ്? 2015. എന്താണ് സോയിൽ ഹെൽത്ത് കാർഡ്? എന്താണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ? അതായത് കൃഷിയെ എന്തായാലും സോയിലാണ്, അപ്പൊ മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തെങ്കിൽ അത് എന്തായിരിക്കും? കൃഷിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. അപ്പോൾ എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് സംരക്ഷിക്കണം? മണ്ണ് സംരക്ഷിക്കണം. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ മണ്ണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആര് നടപ്പിലാക്കി? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. ഏത് വർഷം? 2015. അപ്പൊ 2015 ഉദ്ഘാടനം ചെയ്ത ആരായിരിക്കും? നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് അറിയാവോ? ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനാണ് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാൻ. അപ്പൊ എന്താണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി എന്ന് ചോദിച്ചാൽ എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ മണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2015. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? രാജസ്ഥാൻ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മോദി, നരേന്ദ്രമോദി. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എന്താണ്? കർഷകർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഇതല്ല. രാജസ്ഥാനിൽ ഇത് ഉദ്ഘാടനം ചെയ്തു, പക്ഷേ ഇത് കർഷകർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ്. അപ്പോ ഇത് ഓക്കെ. അപ്പോ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? പഞ്ചാബ്. അപ്പൊ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി 2015 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? അത് രാജസ്ഥാനിലും. എന്നാൽ ഇത് ആദ്യമായിട്ട് കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയത് എവിടെയാണ്? പഞ്ചാബ്. ഓക്കെ അല്ലേ? ഇതിനൊരു ആപ്തവാക്യമുണ്ട് കേട്ടോ. ഈ ഒരു പദ്ധതിക്ക്, അതായത് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിക്ക് ഒരു ആപ്തവാക്യമുണ്ട് കേട്ടോ. ഒരു 4 സ്റ്റേറ്റ്മെന്റിനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സുഖമായിട്ടൊരു 4 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള നല്ല സാധനമാണ് കേട്ടോ. അപ്പൊ ഇതിനൊരു ആപ്തവാക്യമുണ്ട്, അറിയാവോ? സ്വസ്ഥധാര ഖേത് ഹര. എന്താണ്? സ്വസ്ഥധാര ഖേത് ഹര. സ്വസ്ഥധാര ഖേത് ഹര. എന്താണ്? സ്വസ്ഥധാര ഖേത് ഹര. ഖേത് ഹര. സ്വസ്ഥധാര ഖേത് ഹര. ഇത് എന്തിന്റെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാൽ എന്തിന്റെയാണ്? സോയിൽ ഹെൽത്ത് കാർഡ്. ഓക്കെ അല്ലേ? സോയിൽ ഹെൽത്ത് കാർഡ്. ഇനി നമുക്ക് എപ്പോഴും അറിയാന്നുള്ളതും എപ്പോഴും ചോദിക്കുന്നതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം? മണ്ണ് വർഷം. നമ്മളിപ്പോ പറഞ്ഞ വർഷം തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞ വർഷം 2015. അപ്പൊ അറിഞ്ഞൂടാത്ത അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5. മണ്ണ് ദിനം ഡിസംബർ 5. മണ്ണ് വർഷം 2015. മണ്ണ് വർഷം 2015. മണ്ണ് ദിനം ഡിസംബർ 5. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? തിളച്ച മണ്ണിൽ കാൽനടയായി. അപ്പൊ നമ്മൾ മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 4-5 പുസ്തകങ്ങളും കൂടി പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലേ തിളച്ച മണ്ണിൽ കാൽനടയായി. അറിയാവോ അത് ആരതാണെന്ന്? പുതുശ്ശേരി രാമചന്ദ്രൻ. ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. അപ്പൊ തിളച്ച മണ്ണിൽ കാൽനടയായി ആരുടെ പുസ്തകമാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. അതുപോലെ ഈ മണ്ണിൽ ഇവരോടൊപ്പം. ഈ മണ്ണിൽ ഇവരോടൊപ്പം ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ്റെതാണ് ഈ മണ്ണിൽ ഇവരോടൊപ്പം. അപ്പൊ തിളച്ച മണ്ണിൽ കാൽനടയായി ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ. ഈ മണ്ണിൽ ഇവരോടൊപ്പം ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. ഇനി എന്റെ മണ്ണ്, അതറിയാം. എന്റെ മണ്ണ് പറഞ്ഞു നോക്ക്. എന്റെ മണ്ണ് കമന്റ് ചെയ്യണ്ട, പറ. എന്റെ മണ്ണ് VT ഭട്ടതിരിപ്പാട്. എന്റെ മണ്ണ് VT ഭട്ടതിരിപ്പാട്. എന്റെ മണ്ണ് VT ഭട്ടതിരിപ്പാട്. മണ്ണിനു വേണ്ടി AKG.
മണ്ണിന് വേണ്ടി AKG. മണ്ണിന് വേണ്ടി ആരുടേതാണ് AKG. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? പുതുച്ചേരി രാമചന്ദ്രന്റെ 2 പുസ്തകങ്ങൾ പറഞ്ഞു. ഒന്ന് തിളച്ച മണ്ണിൽ കാൽനടയായി, ഈ മണ്ണിൽ ഇവരോടൊപ്പം, എന്റെ മണ്ണ് PT പഠനപ്പാട്, മണ്ണിന് വേണ്ടി AKG. ഇത് നമ്മുടെ തോമസ് ഐസക്കിനെ അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, കേരളം മണ്ണും മനുഷ്യനും. എന്താണ്? കേരളം മണ്ണും മനുഷ്യനും. ആരുടേതാണ്? തോമസ് ഐസക്. തോമസ് ഐസക്കിന്റെ പുസ്തകമാണ് കേരളം മണ്ണും മനുഷ്യനും. കേരളം മണ്ണും മനുഷ്യനും ആരുടേതാണ്? തോമസ് ഐസക്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ, ഇന്ത്യയിൽ ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം. ഇന്ത്യയിൽ ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം. അപ്പൊ നമുക്കത് പറഞ്ഞു തരാം. നിങ്ങൾ ഉത്തരം പറഞ്ഞു ഏക്കലാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. പാറോട്ട് കോണം കേട്ടിട്ടുണ്ടോ? പാറോട്ട് കോണം കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു കേട്ടിട്ടുള്ളത്? എവിടെയാണ് ഈ പാറോട്ട് കോണം? തിരുവനന്തപുരത്താണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഏത്? പാറോട്ട് കോണം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇവിടെ പാറോട്ട് കോണം. അപ്പൊ പാറോട്ട് കോണം എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ്. അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് ഏത്? പാറോട്ട് കോണം. അപ്പൊ നമുക്ക് പാറോട്ട് കോണം അറിയാം, മണ്ണ് മ്യൂസിയം ആണെന്നും അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ലോകമൊന്നും അന്താരാഷ്ട്രം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സംശയം വരും അല്ലേ? അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് ഏത്? പാറോട്ട് കോണം. അപ്പൊ പാറോട്ട് കോണത്തിനെ കുറിച്ച് നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഏത്? പാറോട്ട് കോണം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് കേട്ടോ. അതുപോലെ അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് ഏത്? പാറോട്ട് കോണം. ഇത് എന്നാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? ഈ ഇടയ്ക്കല്ലടാ, ഒരു നമ്മുടെ ഹെൽത്ത് കാർഡ് വരുന്നതിന്, സോയിൽ ഹെൽത്ത് കാർഡൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ 2014 ജനുവരി 1. അപ്പോ ഈ പാറോട്ട് കോണം നിലവിൽ വന്നത് എന്നാണ്? 2014 ജനുവരി 1. എന്താണ് പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം, അതുപോലെ അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എന്ന് നിലവിൽ വന്നു 2014 ജനുവരി 1. ഓക്കെ അല്ലേ? ഇനി നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ ആസ്ഥാനവും വന്ന വർഷവും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഇത് നോക്കിയോ, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ. എന്താണ്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ. വർഷം അറിയാമോ? നമ്മുടെ കേരളം വന്നിട്ട് തൊട്ടടുത്ത വർഷം, അത് തൊട്ടല്ല, 2ാമത്തെ വർഷം 58. അപ്പോ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ എന്ന് വന്നു 1958. എവിടെയാണ് വന്നതെന്ന് അറിയാവോ? ഡൽഹിയിലാണ് കേട്ടോ. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ഡൽഹി. അപ്പൊ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡൽഹി. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡൽഹി. അടുത്തത് നോക്കിക്കോ, സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒന്നും കൂടി പറ. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരിക്കൽ കൂടി പറ. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെവിടെയാണെന്ന് അറിയാവോ? കർണാൽ, ഹരിയാന. വർഷം പറഞ്ഞു, നമ്മുടെ ISR വന്ന വർഷമാണ് 69. അപ്പോ എന്താണ്, ഏതാണ് സ്ഥാപനം? ഏതാണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വർഷം എന്നാണ്? 1969 ആണ്. എവിടെയാണ് വന്നത്? കർണാൽ, ഹരിയാന. അപ്പൊ നമ്മൾ 2 പഠിച്ചല്ലേ? ഒന്ന് പഠിച്ചത് ഏതാണ്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ. വർഷം 1958. എവിടെ? ഡൽഹി. 2ാമത് പറഞ്ഞ ഏതാണ്? സോയിൽ സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ്? കർണാൽ, ഹരിയാന. വർഷം 69. അടുത്ത് നോക്കിക്കോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. ഒരിക്കൽ കൂടി പറ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെയാണെന്ന് അറിയാവോ? ഭോപ്പാലിലാണ് കേട്ടോ. എവിടെയാണ്? ഭോപ്പാൽ. ഏത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. എവിടെ? ഭോപ്പാൽ. വർഷം 1988. എന്നാണ്? 1988. എന്നാണ്? 1988. ഏത്?
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, വർഷം 1988. 88 എവിടെയാണ്? ഭോപ്പാലിലാണ്. എവിടെയാണ്? ഭോപ്പാൽ. അപ്പൊ നമ്മൾ 3 പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ എവിടെ? ഡൽഹിയിലാണ്. വർഷം 58. അടുത്ത രണ്ടാമത് ഏത് പറഞ്ഞു? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്ന് 69, കർണാൽ, ഹരിയാന. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, വർഷം 1988 എവിടെ? ഭോപ്പാൽ. ഓക്കെ അല്ലേ? ഇനി നോക്കിയോ, നമ്മുടെ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളുടെ ഉൽപ്പത്തി, അതുപോലെ തന്നെ അതിന്റെ നിറം, എല്ലാ മണ്ണിനും ഒരേ നിറമാണോ? അല്ല. അപ്പൊ ഈ മണ്ണിന് ഓരോ ഉൽപ്പത്തിക്ക് ഓരോ മണ്ണ് രൂപപ്പെടുന്നത് ഓരോരോ പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ മണ്ണിന്റെ ഉൽപ്പത്തി, അതിന്റെ നിറം, അതിന്റെ ഘടന, ഇങ്ങനെയൊക്കെയുള്ള ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മണ്ണിനെ പ്രധാനമായിട്ടും 8 തിരിച്ച ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളുടെ ഉൽപ്പത്തി, അതിന്റെ നിറം, ഘടന, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മണ്ണിനങ്ങളെ എത്ര തിരിച്ചു? 8 തിരിച്ചു. ആ തിരിച്ച ഒരു സ്ഥാപനമുണ്ട്. അറിയാവോ ആ സ്ഥാപനം? ICAR ആണ്. ഒന്ന് എന്നെ എക്സ്പാൻഡ് ചെയ്ത് നോക്കേ. ICAR എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. ഇന്ത്യൻ സി അല്ല, ഇന്ത്യൻ സെൻട്രലും കൂടെ വരൂലല്ലോ. അപ്പൊ ഇന്ത്യൻ സിയിൽ എന്ത് വരും? അല്ല, കൗൺസിൽ. ഇന്ത്യൻ കൗൺസിൽ ഓഫ്, ബാക്കി പറഞ്ഞു നോക്ക്. AR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR ഇവരെന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളെ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തില്? നിറം, ഘടന, രൂപീകരണം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് നമ്മുടെ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളെ എത്രയായിട്ട് തിരിച്ചു? 8 തിരിച്ചു. ആര്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇത് വന്ന വർഷം എന്നറിയാവോ? 1929. ഇതാണ് ആദ്യം വന്നത് കേട്ടോ. എന്നാണ്? 1929. എന്നാണ്? 1929. ഇതിന്റെ ആസ്ഥാനം എവിടെയായിരിക്കും? അല്ലടാ, ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി. അപ്പൊ നമ്മൾ 4 സ്ഥാപനം, ഈ 4 സ്ഥാപനമാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഒന്ന് ആദ്യം മുതൽ പറഞ്ഞു നോക്ക്. നമ്മുടെ സോയിലിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് സോയിൽ തന്നെ തുടങ്ങിക്കോ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ, വർഷം 1958 എവിടെ? ഡൽഹി. അടുത്തത് ഏതാണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിനക്ക് അതിനൊരു ആൻഡ് വരണം. ആൻഡ് ഇല്ല. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വർഷം 1969 എവിടെ? കർണാൽ, ഹരിയാന. അടുത്തത് ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെ? ഭോപ്പാൽ, വർഷം 1988. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളെ എന്തൊക്കെ ചെയ്തു? തിരിച്ചു. എങ്ങനെ? നിറം, ഘടന, രൂപീകരണം. നിറം, ഘടന, രൂപീകരണം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങളെ 8 തിരിച്ചു ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ICAR. ICAR എന്താണ് എന്റെ ഫുൾ ഫോം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, വർഷം 1929 എവിടെയാണ് എന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയിലുള്ള മണ്ണിനങ്ങൾ എത്ര തിരിച്ചിട്ടുണ്ട്? 8 തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ള മണ്ണ് ഏതായിരിക്കും? എക്കൽ മണ്ണായിരിക്കും. ഏതായിരിക്കും? എക്കൽ മണ്ണ്. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, എന്തായിരുന്നു? ഇന്ത്യയിലെ ഉൽപാദനക്ഷമത കൂടിയ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. അപ്പൊ നമുക്ക് ആ എക്കൽ മണ്ണിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ? ശരിയാണ്, ആരതി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. ഓക്കെ. അപ്പൊ ഈ എക്കൽ മണ്ണ് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു മണ്ണാണല്ലേ എക്കൽ മണ്ണ്. അപ്പൊ നോക്കിയോ, ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ ഈ ഹിമാലയൻ നദികളുടെ അവസാദങ്ങളുടെ നിക്ഷേപ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ ഹിമാലയൻ നദികളായ നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? വഹിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ ഹിമാലയൻ നദികളുടെ അവസാദ നിക്ഷേപങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ മൊത്തത്തിൽ എത്ര ശതമാനമുണ്ട് ഈ എക്കൽ മണ്ണ്? അല്ല, 10 കുറവാണ്. 40% കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 40% എന്താണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ലേ, ഫലഭൂഷ്ടതയുള്ള മണ്ണല്ലേ. അപ്പൊ നമുക്കിവിടെ കൃഷിയൊക്കെ ചെയ്യാൻ എന്ത് വേണം? എക്കൽ മണ്ണ് വേണം. അപ്പോ എന്താണ്? ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? നമ്മുടെ കമ്പനി ബോർഡ് LGS ചെയ്യുന്നവരൊക്കെ ഇത് നല്ലപോലെ പഠിക്കുക. കാരണം മണ്ണൊക്കെ ഭയങ്കര ബേസിക് ഉള്ള ടോപ്പിക്കാണ്.
എന്താണ് ചോദിക്കും. അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 40% എന്താണ്? എക്കൽ മണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? എക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠതയുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. ഏറ്റവും ഫലഭൂയിഷ്ഠത കൂടിയ മണ്ണ് എങ്ങനെ രൂപപ്പെടുന്നു? ഹിമാലയൻ നദികളുടെ അവസാന നിക്ഷേപ ഫലമായിട്ട് രൂപപ്പെടുന്നു. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 40%. ഇനി നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ് എക്കൽ മണ്ണ് കൂടുതൽ കാണപ്പെടുന്നത്? നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ. എവിടെയൊക്കെയാണ്? നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ. ഒന്നും കൂടി പറഞ്ഞോ. നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ. ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. എക്കൽ മണ്ണ് നമ്മൾ മെയിൻ ആയിട്ട് ഏത് കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നെല്ലിന് ഏതാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് അത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? നമ്മൾ താഴ്ന്ന ഭാഗങ്ങളിലല്ലേ കൃഷി ചെയ്യുന്നത്. ആ സ്ഥലങ്ങളിലെ നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞത് ഏതൊക്കെയാണ്? നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ. ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപുര ഏതാണ്? നമ്മൾ ഇന്ത്യയുടെ ധാന്യപുരം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലം. ഈ ഉത്തര മഹാസമതലത്തിലെ ഇന്ത്യയുടെ ധാന്യപുരം എന്ന് വിളിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? കൂടുതൽ. അപ്പൊ അവിടെ എന്തുണ്ട്? എക്കൽ മണ്ണ് ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ട്? കൃഷിയുണ്ട്. അതുകൊണ്ടല്ലേ അതിനെ ധാന്യപുര എന്ന് വിളിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്ന ഉത്തര മഹാസമതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? എക്കൽ മണ്ണാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എക്കൽ മണ്ണിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഹിമാലയൻ നദികളുടെ അവസാദ നിക്ഷേപ ഫലമായിട്ടാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ 40% എന്താണ്? എക്കൽ മണ്ണാണ്. പിന്നെ അതിന്റെ 2 സവിശേഷതകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. ഉത്തര മഹാസമതലത്തില് ഫലഭൂയിഷ്ഠത കൂടിയ മണ്ണാണ്. പിന്നെ ഏതാണ്? അനുയോജ്യം. പിന്നെ എവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നു പറഞ്ഞു? നദീതടങ്ങൾ, ഡെൽറ്റ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങൾ. ഇനി ഒന്നും കൂടെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നത് എന്താണ്? എക്കൽ മണ്ണാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിൽ എക്കൽ മണ്ണിനെ കുറിച്ച് പറയാണ്. എക്കൽ മണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടിഞ്ഞാറും കിഴക്കും അറിയാലോ. ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് പടിഞ്ഞാറ് ഇതാണ് കേട്ടോ. നിങ്ങൾ അപ്പൊ അവർക്കും അതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് അറിയാലോ അത്. ഓക്കെ. അപ്പൊ ഇന്ത്യയില് എന്താണ് ഈ എക്കൽ മണ്ണ് പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ കിഴക്കോട്ട് പോകും തോറും അതിന്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞിട്ട് എന്ത് കൂടും? കളിമണ്ണിന്റെ അളവ് കൂടും. അപ്പൊ എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യയിലെ എക്കൽ മണ്ണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും അതിലെ മണലിന്റെ അളവ് കുറയും. പടിഞ്ഞാറ് ഏത് സംസ്ഥാനം ഉണ്ട്? രാജസ്ഥാൻ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് കൂടുതലുള്ളത്? മണല്. അപ്പൊ നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ മണലിന്റെ അളവ് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? കളിമണ്ണിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് അവിടെ ഇത് ചിന്തിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റൂല. അപ്പോ ഇന്ത്യയിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും മണലിന്റെ അളവ് കുറയുകയും എക്കൽ മണ്ണിന്റെ അളവ് കളിമണ്ണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? കളിമണ്ണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇനി ഖാരിഫ് നമുക്കറിയാം. നമുക്ക് 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. അതില് ഖാരിഫും റാബിയും ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി. ഈ കാർഷിക കാല വിളകൾക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത് മണ്ണ്? എക്കൽ മണ്ണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെല്ല്, ഗോതമ്പ് എല്ലാം ഉൾപ്പെടുന്ന 2 കാർഷിക കാലങ്ങളാണ് ഖാരിഫും റാബിയും. ഈ ഖാരിഫിലും റാബിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളായിട്ടുള്ള ഖാരിഫ്, റാബി എന്നീ കാർഷിക വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഇനി കേരളത്തിലും നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഇനി ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് എന്താണ്? ഓരോ വർഷവും പ്രളയ ഫലമായി രൂപപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലെ ഫലഭൂയിഷ്ഠത കൂടിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം ഫലഭൂയിഷ്ഠത കൂടിയ മണ്ണുണ്ട്, കുറഞ്ഞ മണ്ണുണ്ട്, അല്ലെങ്കിൽ പുതിയ മണ്ണുണ്ട്, പഴയ മണ്ണുണ്ട്. അപ്പോ ഓരോ വർഷവും പറയാം. പുതിയതിന് നമ്മൾ എന്തെന്ന് പറയും? ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ പുതിയ ഖാദർ. അപ്പോൾ ഓരോ വർഷവും പ്രളയ സമതല ഫലമായിട്ട് രൂപപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലെ ഫലഭൂഷ്ഠത കൂടിയ പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് ഖാദർ. അപ്പൊ എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്? ഓരോ വർഷവും പ്രളയ ഫലമായിട്ട് രൂപപ്പെടുന്ന എന്താണ് ഉത്തര മഹാസമതലത്തിലെ ഫലഭൂഷ്ഠത കൂടിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഖാദർ. ഇനി ഈ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് വളരെ അകലെ രൂപപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകൾ അടങ്ങിയ കാങ്കർ പാളികൾ കാണപ്പെടുന്ന ഫലഭൂഷ്ഠത കുറഞ്ഞ എക്കൽ മണ്ണാണ് ഏത്? ഭംഗർ. നമുക്കിവിടെ 2 പോയിന്റ് പഠിക്കാനുള്ളൂ, പക്ഷേ അതിന്റെ കുറച്ചും കൂടി ആഴത്തിലുള്ള സെന്റൻസ് ആ രീതിയിലാണ് പറഞ്ഞു തന്നത്. നമ്മൾ നോർമലി പഠിക്കുന്ന എന്താണ്? പുതിയ എക്കൽ മണ്ണും പഴയ എക്കൽ മണ്ണും. പുതിയ എക്കൽ മണ്ണാണെങ്കിൽ നമ്മൾ ഖാദർ എന്നും പറയും, പഴയതാണെങ്കിൽ ഭംഗർ എന്നും പറയും. അപ്പൊ ഈ പുതിയത് എങ്ങനെ ഉണ്ടാകുന്നു? ഓരോ വർഷവും പ്രളയത്തിന്റെ എന്താണ് ഫലമായിട്ട് ഉത്തര മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന പുതിയ എക്കൽ മണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖാദർ എന്നും. ഇനി ഈ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് കുറച്ച് മാറി ചുണ്ണാമ്പ് കല്ലുകൾ അടങ്ങിയ കാങ്കർ പാളികൾ കാണപ്പെടുന്നു. ഈ ഇങ്ങനെ കാണപ്പെടുന്ന ഈ കാങ്കർ പാളികളിൽ ഫലഭൂഷ്ഠത കുറഞ്ഞ പഴയ എക്കൽ നിക്ഷേപങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭംഗർ. ഓക്കെ അല്ലേ? അപ്പൊ പുതിയ എക്കൽ മണ്ണാണെങ്കിൽ ഖാദർ, പഴയതാണെങ്കിൽ ഭംഗർ. അപ്പൊ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ആരെ കുറിച്ചാണ് നമ്മൾ ഇത്ര സമയം പഠിച്ചത്? എക്കൽ മണ്ണിനെ കുറിച്ചാണ്. എക്കൽ മണ്ണിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് എന്തായിരിക്കും? എക്കൽ മണ്ണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എത്ര ശതമാനമുണ്ട്? 40%. പിന്നെ ഫലഭൂഷ്ഠത ഏറ്റവും കൂടിയ മണ്ണാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എന്താണ് അവസാദ നിക്ഷേപ ഫലമായിട്ടാണ് എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ഇത് എവിടെയാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ നദീതടം, ഡെൽറ്റ, സമതല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇനി നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും മണലിന്റെ അംശം കുറഞ്ഞിട്ട് കളിമണ്ണിന്റെ അളവ് എന്ത് ചെയ്യും? കൂടുമെന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ വിളകൾക്കാണ് ഇത് ഏറ്റവും അനുയോജ്യം? ഖാരിഫ് റാബി കാർഷിക കാലങ്ങൾക്ക് ഇത് ഏറ്റവും അനുയോജ്യം. കേരളത്തിൽ നെൽകൃഷിക്ക് ഏത് തന്നെയാണ്? എക്കൽ മണ്ണ് തന്നെയാണ്. ഇനി ഓരോ വർഷവും പ്രളയ ഫലമായിട്ട് രൂപപ്പെടുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ, പഴയ എക്കൽ മണ്ണാണ് ഭംഗർ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ മണ്ണ് പഠിച്ചു കഴിഞ്ഞു. ഇനി 1ാം സ്ഥാനം ആർക്ക് കൊടുത്തു? നമ്മൾ എക്കൽ മണ്ണിന് കൊടുത്തു. അടുത്ത 2ാം സ്ഥാനം ആർക്ക് കൊടുക്കാം? ചുവന്ന മണ്ണ്. ഏതാണ്? ചുവന്ന മണ്ണ്. 2ാം സ്ഥാനത്ത് ആരാണ്? ചുവന്ന മണ്ണ്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 40% ആരാണെന്ന് പറഞ്ഞു? എക്കൽ മണ്ണ്. അങ്ങനെയാണെങ്കിൽ ചുവന്ന മണ്ണ് എത്ര ശതമാനമാണെന്ന് അറിയാവോ? നമുക്ക് മൊത്തം എത്ര മണ്ണുണ്ട്? 8 മണ്ണുണ്ട്. അപ്പൊ ഇനി അത് സൂക്ഷിച്ച് പറയണം. എത്ര ശതമാനമുണ്ട്? 2 കുറച്ചോ? 18% ഉണ്ട്. എത്രയാണ്? 18%. അപ്പൊ ചുവന്ന മണ്ണ് എത്ര ശതമാനമാണ്? 18%. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണെങ്കിൽ 18% ആരാണ്? ചുവന്ന മണ്ണാണ്. 18% ആരാണ്? ചുവന്ന മണ്ണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന അവസാന നിക്ഷേപ ഫലമായിട്ടാണ് ആര് രൂപപ്പെട്ടത്? എക്കൽ മണ്ണ്. എങ്ങനെയാണ് ചുവന്ന മണ്ണ് രൂപപ്പെട്ടതെന്ന് അറിയാവോ? എത്ര ശിലകളുണ്ടടാ നമുക്ക്? 3 ആയിട്ട് തിരിക്കുക. ഏതൊക്കെയാണ്? ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഇതിൽ ഏതോ ഒരു ശിലയ്ക്ക് അപക്ഷയം സംഭവിക്കും. ഏതാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? കായാന്തരിത ശില. അപ്പൊ നോക്കിയോ, ചുവന്ന മണ്ണെന്ന് ചോദിച്ചാൽ കായാന്തരിത ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശിലകൾക്കോ, എങ്ങനെയാണ്? കായാന്തരിത ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയം സംഭവിച്ചാണ് ആര് രൂപപ്പെടുന്നത്? ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കായാന്തരിത ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശില, ആദ്യത്തെ ശില ആഗ്നേയ ശില. അപ്പോ എന്താണ്? കായാന്തരിത ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ഉണ്ട്? 18% ഉണ്ട്. ഇനി ഇത് മെയിൻ ആയിട്ട് എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തര മഹാസമുദ്രത്തിലാണ് ഏത് മണ്ണ് കാണപ്പെടുന്നത്? എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചുവന്ന മണ്ണ് എവിടേക്കാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗം, അതായത് ഇങ്ങോട്ട് വരണം അല്ലെ, ഇങ്ങ് താഴോട്ട് വരണം. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗം, പിന്നെ കിഴക്കു ഭാഗം. എവിടേക്കാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗം, കിഴക്കു ഭാഗം മഴ വളരെ കുറവ് ലഭ്യമാകുന്ന പ്രദേശങ്ങൾ. അപ്പൊ എവിടെയൊക്കെ കാണപ്പെടുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗം, കിഴക്ക് ഭാഗം മഴ വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഇവിടെയൊക്കെയാണ് ആര് കാണപ്പെടുന്നത്? ചുവന്ന മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ചുവന്ന മണ്ണിനെ കുറിച്ച്? കായാന്തരിത ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയം സംഭവിച്ചാണ് ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 18% ഉണ്ട്. ഇനി എവിടെയൊക്കെ കാണപ്പെടും? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗം, കിഴക്കു ഭാഗം
മഴ വളരെ കുറച്ച് മാത്രം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? ചുവന്ന മണ്ണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ സംസ്ഥാനം പറയാൻ പറ്റും? നമ്മുടെ കിഴക്ക് ഭാഗമാണെങ്കിൽ നമ്മുടെ തെക്ക് കിഴക്കായിട്ടുള്ള നമുക്ക് ഏതൊക്കെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു നോക്കിയേ. ഒഡീഷ പറഞ്ഞൂടെ? ഛത്തീസ്ഗഡ് പറഞ്ഞൂടെ? അത് തെക്ക് കിഴക്കല്ല, ഛത്തീസ്ഗഡ് പറയാം. അപ്പൊ ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗംഗാ സമതലം എവിടെയൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗംഗാ സമതലം എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ല എന്നല്ല, മെയിൻ ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗംഗാ സമതലം. എവിടെയൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗംഗാ സമതലം എന്നിവിടങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ചുവന്ന മണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാവോ? നിക്ഷേപം അല്ല, നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ്, തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ചുവന്ന മണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ചുവന്ന മണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? തമിഴ്നാടാണ്. ഇതിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഈ ചുവന്ന മണ്ണിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അല്ല 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 നമ്മള് മറ്റേ പണ്ടൊക്കെ പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടുപോകണ ഒമിനിയുടെ കളർ എന്താണ്? റെഡ് ആണെന്ന് ഓർത്താ കേട്ടോ. അപ്പൊ ഒമ്നി ബസ് ഗ്രൂപ്പ്. അപ്പൊ ഒമ്നി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏതാണ്? ചുവന്ന മണ്ണാണ്. അപ്പൊ പണ്ടത്തെ സിനിമയിലൊക്കെ പിള്ളേരെയൊക്കെ കൂടുതലും റെഡ് ഒമ്നിനല്ലേ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഒമ്നി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ചുവന്ന മണ്ണിനെയാണ്. ഒമ്നി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ചുവന്ന മണ്ണാണ്. ഇതിന് താരതമ്യേന ഫലഭൂഷത എങ്ങനെയാണ്? കുറവാണ് കേട്ടോ. താരതമ്യേന ഫലഭൂഷത കുറവാണ്. ഈ മണ്ണില് എന്തിന്റെ അംശം കൂടുതലുണ്ട്? ചുവന്ന മണ്ണാണ്. അപ്പൊ എന്തിന്റെ അംശം? ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. അപ്പൊ താരതമ്യേന ഫലഭൂഷ്ഠത കുറവാണ്, ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. ഇനി നോക്കിയോ, ഈ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഇതിനകത്തൊരു ചുവപ്പ് നിറം വരുന്നു. അതിന്റെ കാരണം എന്താണ്? ഇതിനകത്ത് എന്തുള്ളത് കൊണ്ടാണ്? ഇരുമ്പ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അയൺ ഓക്സൈഡ്. എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് എന്ത് നിറം കൊടുക്കുന്നത്? ചുവന്ന നിറം കൊടുക്കുന്നത്. അപ്പോൾ ഇത് താരതമ്യേന ഫലഭൂഷത ഈ മണ്ണിന് കുറവാണ്, ഇരുമ്പിന്റെ അംശം ഇതിൽ കൂടുതലാണ്. ഇനി ഒരു ചുവന്ന നിറമുള്ളതിന്റെ കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതിനെന്ത്? ചുവന്ന നിറം. ഇനി ഇത് എപ്പോഴും ഇങ്ങനെ ഫലഭൂഷത ഇല്ലാതിരിക്കോ? ഇല്ല. ഇതിന് എപ്പോഴൊക്കെ ഫലഭൂഷത ഉണ്ടാവും. എപ്പോഴാണെന്ന് അറിയാവോ? ഈർപ്പം ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഇതിൽ ഈർപ്പം വരുന്ന സാഹചര്യങ്ങൾ, ഈർപ്പം ലഭ്യമാകുന്ന സാഹചര്യങ്ങളിലെ ചുവന്ന മണ്ണ് വേറൊരു കളറിലോട്ട് മാറും. ഏതിലോട്ടായിരിക്കും മാറുന്നത്? നമ്മൾ മഞ്ഞയൊക്കെ ഇട്ടിട്ട് സോപ്പിട്ട് മുഖം കഴിയുമ്പോൾ അത് എന്ത് കളറായിട്ട് മാറും? ചുവപ്പായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇതിൽ വെള്ളം ഈ ചുവന്ന മണ്ണില് വെള്ളം ഈർപ്പത്തിന്റെ അംശം വരുമ്പോഴത്തേക്ക് ഇത് എന്ത് കളറായിട്ട് മാറും? മഞ്ഞ നിറം. അപ്പൊ നോക്കിയോ, ഈർപ്പം ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽ ചുവന്ന മണ്ണ് ഏത് നിറം പ്രാപിക്കും? മഞ്ഞ നിറം പ്രാപിക്കുകയും ഫലഭൂഷ്ഠത കൂടുതലായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മുടെ 18% ഉണ്ട്. അപ്പൊ ഇതിന് വെറുതെ കിടക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇത് ചുവന്ന മണ്ണാണ്, ഇതിന് ഫലഭൂഷ്ഠത താരതമ്യേന കുറവാണ്. പക്ഷേ ഇതിനകത്ത് ഈർപ്പം ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽ ഇതിന്റെ ചുവപ്പ് കളർ മാറി ഇത് മഞ്ഞ നിറത്തിലോട്ട് വന്നിട്ട് ഫലഭൂഷത കൂടിയ ഒരു മണ്ണായിട്ട് ഇത് മാറും. അതുകൊണ്ട് ഇതിന് എപ്പോഴും ഫലഭൂഷത ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ആള്. ആര്? എന്തൊക്കെ പറയാം? 18 ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 18% ആരാണ്? ചുവന്ന മണ്ണാണ്. ഇനി എങ്ങനെ രൂപപ്പെടുന്നു? കായാന്തര ശിലകൾക്കോ പരൽ രൂപ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയം സംഭവിച്ചാണ് ചുവന്ന മണ്ണ് രൂപപ്പെടുന്നത്. പിന്നെ എന്ത് പറഞ്ഞു? എവിടെയൊക്കെ കാണപ്പെടുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗം, കിഴക്ക് ഭാഗം, മഴ വളരെ കുറഞ്ഞ പ്രദേശങ്ങൾ. എടാ നമ്മളിപ്പോ ഒരു പോയിന്റ് പഠിച്ചില്ലേ? മഴ എപ്പോഴുള്ള പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കൃഷി നമുക്ക് കിട്ടൂലായിരുന്ന. അപ്പോൾ മഴ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? ഈ ചുവന്ന മണ്ണ് കാണപ്പെടുന്നത്. ഇനി സംസ്ഥാനങ്ങൾ ഏതൊക്കെ പറഞ്ഞു? ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗംഗാ സമതലം. ഇനി ഇതിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് പറഞ്ഞു? തമിഴ്നാടാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനെ അറിയപ്പെടുന്ന ഒരു പേര് പറഞ്ഞു, ഒമ്നി ബസ് ഗ്രൂപ്പ്. ഇനി ഇതിൽ എന്തിന്റെ അംശം കൂടുതലാണ്? ഇരുമ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് എന്താണ്? ഫലഭൂഷ്ഠത കുറവാണ്. ഇനി ഈ ഒരു ചുവന്ന നിറത്തിന് കാരണം എന്താണെന്ന് പറഞ്ഞു? അയൺ ഓക്സൈഡ്. ഇനി ഇത് എപ്പോഴോ എന്ത് സംഭവിക്കും? ഫലഭൂഷ്ഠത ഉണ്ടാവും. അതെപ്പോഴാണ്? ഇപ്പം കിട്ടുമ്പോ എന്ത് സംഭവിക്കും? ഈ ചുവപ്പ് മാറിയിട്ട് മഞ്ഞ നിറം. ആ സമയത്ത് ഈ മണ്ണിന് എന്താണ്? നല്ല ഫലഭൂഷ്ഠത ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ആൾ ആരാണ്? ഫസ്റ്റ് പ്ലേസ് ആർക്കാണ്? എക്കൽ മണ്ണ്. സെക്കൻഡ് ചുവന്ന മണ്ണ്. മൂന്നാർക്ക് കൊടുക്കാം? കറുത്ത മണ്ണ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? കറുത്ത മണ്ണ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് നമുക്ക് കൂടുതൽ നമ്മൾ എപ്പോഴും പരീക്ഷിക്കും ഇതിന്റെ രൂപീകരണം എങ്ങനെയാണെന്നൊക്കെ. പരുത്തി കൃഷി എങ്ങനെയാണ് ഈ കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്? എങ്ങനെ പറയാം? അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെയോ ലാവാ പ്രവാഹത്തിന്റെയോ ഫലമായിട്ട് രൂപപ്പെടുന്ന മണ്ണാണ് ഏത്?
കറുത്ത മണ്ണ്. അപ്പൊ അഗ്നിപർവ്വതം പൊട്ടുമ്പോ എല്ലാം കറുത്ത കളറല്ലേ? അപ്പോ എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ടോ രൂപപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പൊ കറുത്ത മണ്ണ് എങ്ങനെ രൂപപ്പെടുന്നു? അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായോ ലാവാ പ്രവാഹത്തിന്റെ ഫലമായോ രൂപപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. എടാ, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ എക്കൽ മണ്ണ് എത്ര ശതമാനമായിരുന്നു? 40%. ചുവന്ന മണ്ണ് എത്ര ശതമാനമായിരുന്നു? 18%. ഇനി കറുത്ത മണ്ണ് എത്ര ശതമാനം ആയിരിക്കാം? 15%. നീ എപ്പോഴും അടുത്ത് വരക്കുന്നുണ്ടല്ലോ വൈ. ഓക്കെ, അടുത്ത് കറുത്ത മണ്ണ് എത്ര ശതമാനമുണ്ട്? 15% ഉണ്ട്. കറുത്ത മണ്ണ് എത്ര ശതമാനമാണ്? 15%. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാവോ? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്ര. എടാ, ചുവന്ന മണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് പറഞ്ഞു? തമിഴ്നാട്. അങ്ങനെയാണെങ്കിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? മഹാരാഷ്ട്ര. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? മഹാരാഷ്ട്ര. വിന്ധ്യ സത്പുര പർവ്വതനിര, അതുപോലെ മാൾവ, ഡെക്കാൻ പീഠഭൂമി, കച്ച്, കത്തിയവാർ പ്രദേശം എന്നിവിടങ്ങളാണ് ഇത് കാണപ്പെടുന്നത്. 2 പർവ്വതനിര പറഞ്ഞു. ഏതൊക്കെ? വിന്ധ്യ സാത്പുര. ഇനി 2 പീഠഭൂമികൾ പറഞ്ഞു. ഏതൊക്കെ? മാൾവ, ഡെക്കാൻ. മാൾവ, ഡെക്കാൻ. അപ്പൊ വിന്ധ്യ സാത്പുര പർവ്വതനിര, മാൾവ, ഡെക്കാൻ പീഠഭൂമി. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. കച്ച്, കത്തിയവാർ പ്രദേശം. ഏതൊക്കെയാണ്? കച്ച്, കത്തിയവാർ പ്രദേശം എന്നിവിടങ്ങളിലേക്കാണ് ആര് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? വിന്ധ്യ സാത്പുര പർവ്വതനിരകള്, മാൾവ, ഡെക്കാൻ പീഠഭൂമി, കച്ച്, കത്തിയവാർ പ്രദേശം ഇവിടങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ്. എന്നാൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇതെന്ത് ചെയ്യുന്നറിയാവോ? ഇതിനൊരു പ്രത്യേകതയുണ്ട്. കറുത്ത മണ്ണ് ഈർപ്പം സംഭരിച്ച് വെക്കാനുള്ള കഴിവ് കൂടിയ മണ്ണാണ് ആര്? കറുത്ത മണ്ണ്. അപ്പൊ ഈർപ്പം സംഭരിച്ച് വെക്കാനുള്ള കഴിവ് കൂടിയ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് എന്ത് ചെയ്യും? വെള്ളത്തിനെല്ലാം പിടിച്ച് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോ ഈർപ്പം സംഭരിക്കാനുള്ള കഴിവ് കൂടിയ മണ്ണാണ് കറുത്ത മണ്ണ്. അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. സ്വയം ഉഴുതു മറിക്കപ്പെടുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. എന്ത് ചെയ്യുന്നു? സ്വയം ഉഴുതു മറിക്കപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. എന്ത് ചെയ്യുന്നു? സ്വയം ഉഴുതു മറിക്കപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പൊ 2 പ്രത്യേകതകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഈർപ്പം സംഭരിച്ചു വെക്കാനുള്ള കഴിവ് കൂടുതലാണ്. സ്വയം ഉഴുതു മറിക്കുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അപ്പോൾ സ്വയം ഇത് ഈർപ്പം എല്ലാം സംഭരിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കാലത്തായിരിക്കും കൃഷിക്ക് അനുയോജ്യം? ഈർപ്പം സംഭരിച്ചു വെച്ചിട്ട് എപ്പോൾ എടുത്ത് ഉപയോഗിക്കാം? വേനൽക്കാല കൃഷിക്ക് അനുയോജ്യം. എന്താണ്? വേനൽക്കാല കൃഷിക്ക് അനുയോജ്യം. വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇനി ഈ കറുത്ത മണ്ണിന് നമ്മൾ കുറെ പേരുകളിൽ അറിയപ്പെടും. എന്ന് പറഞ്ഞു നോക്കേ. കറുത്ത മണ്ണ് റിഗർ സോയില്, ചെർണോസം, പിന്നെ ലാവാ സോയില്, പിന്നെ വെർട്ടിസോള്, പരുത്തി മണ്ണ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? കറുത്ത മണ്ണിനെയാണ്. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? റിഗർ സോയില് ഫസ്റ്റ് എന്താണ്? റിഗർ സോയില്. 2 ചെർണോസം. എന്തൊക്കെയാണ്? റിഗർ സോയില്, ചെർണോസം, ലാവാ സോയില്. റിഗർ സോയില്, ചെർണോസം, ലാവാ സോയില്, വെർട്ടിസോൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? പിന്നെ കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ എന്തൊക്കെയാണ്? റിഗർ സോയില്, ചെർണോസം, ലാവാ സോയില്, വെർട്ടിസോള്, കറുത്ത പരുത്തി മണ്ണ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? കറുത്ത മണ്ണിനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇപ്പൊ പരുത്തി മാറി കരിമ്പിലോട്ടും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോ പരുത്തി, കരിമ്പ് ഇതിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അപ്പൊ പരുത്തി, കരിമ്പ് തുടങ്ങിയ കൃഷിക്ക് അനുയോജ്യം ഏതാണ്? കറുത്ത മണ്ണാണ്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജില്ലയുണ്ട്. ഏതാണ്? പാലക്കാട് ജില്ലയിൽ. എവിടെയാണ്? ചിറ്റൂർ. അപ്പൊ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ്. അപ്പൊ നമ്മൾ 3ാമത്തെ ആളിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ആൾ ആരാണ്? കറുത്ത മണ്ണ്. എന്തൊക്കെ പറയാം? ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 15% ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. സ്ഫോടനങ്ങളിലൂടെയും ലാവാ പ്രവാഹത്തിന്റെയും ഫലമായിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഇനി എങ്ങനെയാണിത്? ഏതൊക്കെ ശിലകൾക്കാണ്? അത് പറഞ്ഞില്ലേ? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കേട്ടോ. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപപ്പെടുന്നത്? കറുത്ത മണ്ണ്, ബസാൾട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്ക്. ഫസ്റ്റ് പോയിന്റ് എന്ത് പറഞ്ഞു? ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 15% കാണപ്പെടുന്നു. പിന്നെ അഗ്നിസ്ഫോടനങ്ങളിലൂടെയും ലാവാ പ്രവാഹത്തിന്റെയും രൂപപ്പെടുന്ന മണ്ണാണ്. പിന്നെ അവസാശിലകൾക്ക് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെടുന്നു. ഇനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സംസ്ഥാനം പറഞ്ഞല്ലോ, മഹാരാഷ്ട്ര. ഇനി എവിടെയൊക്കെ കാണപ്പെടുന്നു? 2 പർവ്വതം, വിന്ധ്യ സാത്പുര, 2 പീഠഭൂമി, ഡെക്കാൻ മാൾവ പീഠഭൂമി. 2 പ്രദേശങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കച്ച്, കത്തിയവാർ പ്രദേശം. ഇനി ഇതിന് 2 സവിശേഷതകൾ പറഞ്ഞു.
ഈർപ്പം സംഭരിച്ചു വെക്കാനുള്ള കഴിവ് കൂടുതൽ. പിന്നെ ഉഴുതുമറിക്കപ്പെടുന്ന മണ്ണാണ്. എപ്പോഴാണ് ഇത് കൃഷിക്ക് അനുയോജ്യം? ഇതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. ഇനി ഏതൊക്കെ 2 കൃഷി മെയിൻ ആയിട്ട് പറഞ്ഞു? നെല്ലും കരിമ്പും. പരുത്തിയും കരിമ്പും. അറിയപ്പെടുന്ന പേരുകൾ 5 പേര് പറഞ്ഞു. കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണ്, ചെർണോസം, വെർട്ടിസോള്. അവസരം കൊടുറി. ലാവാ സോയിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റിഗർ സോയില്, ചെർണോസം, വെർട്ടിസോള്, ലാവാ സോയില്, പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? കറുത്ത മണ്ണിനെയാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? 1ാം സ്ഥാനം ഗോസ് ടു അതല്ല, മണ്ണ് എക്കൽ മണ്ണ്. എത്ര ശതമാനം? 2ാം സ്ഥാനം ചുവന്ന മണ്ണ്. എത്ര ശതമാനം? 18%. 3ാം സ്ഥാനം കറുത്ത മണ്ണ്. എത്ര ശതമാനം? 15%. മൊത്തം എത്ര മണ്ണുണ്ട്? 8 മണ്ണുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത മണ്ണ് ആരാണ്? അടുത്ത മണ്ണ് ചെങ്കൽ മണ്ണ്. ആരാണ്? ചെങ്കൽ മണ്ണ്. അടുത്ത 4ാം സ്ഥാനത്ത് ചെങ്കൽ മണ്ണ്. 5ാം സ്ഥാനത്ത് മരുഭൂമി മണ്ണ്. മരുഭൂമി. അപ്പൊ 5 സ്ഥാനം പറ. എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ്, പിന്നെ മരുഭൂമി മണ്ണ്. 6 പീറ്റ്. 7 പർവ്വതം. പീറ്റ് പർവ്വതം. 8 ലവണമണ്ണ്. ലവണമണ്ണ്. അപ്പൊ 8 എണ്ണം പറഞ്ഞു നോക്ക്. എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ അല്ലെങ്കിൽ ലാറ്ററൈറ്റ്, മരുഭൂമി മണ്ണ്, പീറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ലവണ മണ്ണ്. അപ്പൊ ഈ 8 ആയിട്ട് തിരിച്ച ആളാരാണ്? അത് പറ. അത് തന്നെ, അതൊരാളല്ലേ സ്ഥാപനം. അതാരാണ്? അത് കൾച്ചറൽ റിസർച്ച്. വർഷം 1929. എവിടെ? ന്യൂഡൽഹി. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ സ്ഥാനം. എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, പീറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ലവണ മണ്ണ്. അപ്പൊ നോക്കിയോ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചെങ്കൽ മണ്ണ്. ഏതാണ്? ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് നമ്മൾ അറിയപ്പെടുന്ന മെയിൻ ആയിട്ട് നമ്മൾ ഈ ചെങ്കൽ മണ്ണ് അങ്ങനെ പറയൂല. ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോയിന്റ് ഓടി വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. എടാ, നമ്മൾ ആദ്യം പറഞ്ഞ 3 മണ്ണാണ് മെയിൻ ആയിട്ട് അല്ലെ? അത് 3 എണ്ണമാണ് മെയിൻ ആയിട്ടും നമുക്ക് ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാം കൂടിയാണ് ഈ 5 മണ്ണാണ് ബാക്കി ഉള്ള ശതമാനത്തിൽ വരുന്നത്. ഈ 5 മണ്ണാണ്. ഓക്കെ. അപ്പൊ നോക്കിയോ, ഉയർന്ന മഴയും, കേരളത്തിന് ആലോചിച്ചാൽ മതി, ഉയർന്ന മഴയും ഇടവിട്ട ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? ഉയർന്ന മഴയും ഇടവിട്ടുള്ള ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശത്താണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഉഷ്ണമേഖലാ കാലാവസ്ഥയും മൺസൂൺ കാലാവസ്ഥയിലുമാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ്. ഇനി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. ഇതെവിടെയാണ്? അല്ല, മലപ്പുറം. അപ്പൊ ഈ നമ്മൾ പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് തിരഞ്ഞെടുത്തത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. ഇത് എവിടെയാണ്? ഇത് മലപ്പുറം ജില്ലയിലാണ്. എവിടെയാണ്? മലപ്പുറം. രണ്ടാമത് ഒരെണ്ണം കൂടിയുണ്ട്, വർക്കല ക്ലിഫ്. ഏതാണ്? വർക്കല ക്ലിഫ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏതിനെ കുറിച്ചാണ്? ചെങ്കൽ മണ്ണിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ചാണ്. ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയും മൺസൂൺ കാലാവസ്ഥയിലും ഉള്ള പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ചെങ്കൽ മണ്ണാണ്. ഈ 2 പോയിന്റ് പറഞ്ഞു. നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. അതിൽ ഒന്നാമത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ്, അതെവിടെയാണ്? മലപ്പുറത്തും. രണ്ടാമത് വർക്കല ക്ലിഫ്, എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ അല്ലേ? ഇനി നോക്കിയോ, ഈ ചെങ്കൽ മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെങ്കൽ മണ്ണ് അതിന്റെ ഉപരിതലം അതിന്റെ മുകളിൽ നിന്ന് ജലം എന്ത് ചെയ്യുന്നറിയാമോ? താഴേക്ക് ഇറങ്ങിയിട്ട് സിലിക്ക, കാൽസ്യം തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനാൽ ലീച്ചിങ് സോയിൽ എന്ന പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ലീച്ചിങ് സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ്. എന്തുകൊണ്ടാണ്?
ഇതിന്റെ ഉപരിതലത്തിൽ നിന്ന് ജലം എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങും. എന്നിട്ട് സിലിക്ക, കാൽസ്യം ഇതിന്റെ അളവിനെ എന്ത് ചെയ്യും, കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ലീച്ചിങ് സോയിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്, ചെങ്കൽ മണ്ണ്. അപ്പൊ ലീച്ചിങ് സോയിൽ എന്നറിയപ്പെടുന്നത് ചെങ്കൽ മണ്ണ്. ഒമ്നി ബേസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ചുവന്ന മണ്ണ്. ലീച്ചിങ് സോയിൽ എന്നറിയപ്പെടുന്നത് ചെങ്കൽ മണ്ണ്. ലീച്ചിങ് സോയിൽ ചെങ്കൽ മണ്ണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് ജലം താഴോട്ട് ഇറങ്ങിയിട്ട് സിലിക്ക, കാൽസ്യം ഇതിനൊക്കെ എന്ത് ചെയ്യും, അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്നറിയപ്പെടുന്നത്, ലീച്ചിങ് സോയിൽ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ വീട് നിർമ്മാണത്തിന് വെട്ടുകല്ലായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ്, ചെങ്കലാണ് കേട്ടോ. ചെങ്കൽ മണ്ണിൽ ഉപയോഗിച്ച കല്ലിനെയാണ് നമ്മൾ വീട് നിർമ്മാണത്തിൽ വെട്ടുകല്ലായിട്ട് ഉപയോഗിക്കുന്നത്. ചെങ്കൽ മണ്ണ് കൊണ്ടുള്ള കല്ലാണ്. ഇനി റബ്ബർ, മരിച്ചിനി, കശുമാവ് നമ്മുടെ ഇവിടെ ആലോചിച്ചാൽ മതി. റബ്ബർ, മരിച്ചിനി, കശുമാവ് തുടങ്ങിയ അതുപോലെ തോട്ടവിളകൾ ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആരെ ഉപയോഗിക്കുന്നത്, ഈ ലാറ്ററൈറ്റ് മണ്ണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ റബ്ബർ, മരിച്ചിനി, കശുമാവ്, തോട്ടവിളകൾ ഇതൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെയല്ലേ കൂടുതലുള്ളത്. അപ്പോൾ ഇതിനൊക്കെയാണ് ഏത് ഏറ്റവും അനുയോജ്യം ചോദിച്ചാൽ ചെങ്കൽ മണ്ണ്. അപ്പൊ 4ാം സ്ഥാനത്ത് ആരാണ്, ചെങ്കൽ മണ്ണാണ്. എന്തൊക്കെ പറയാം, ചെങ്കൽ മണ്ണ് രൂപപ്പെടുന്നത് ഉയർന്ന മഴയും ഉഷ്ണവും അനുഭവപ്പെടുന്ന മേഖലകളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. പിന്നെ ജിയോളജിക്കൽ സർവേയുടെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് തെരഞ്ഞെടുത്ത 2 പ്രദേശങ്ങളിൽ ആദ്യത്തേത് ഏതാണ്, അങ്ങാടിപ്പുറ ലാറ്ററൈറ്റ് കുന്ന് എവിടെ, മലപ്പുറത്തും. രണ്ടാമത് വർക്കല ക്ലിഫ്, തിരുവനന്തപുരം. ഇനി ഈ ചെങ്കൽ മണ്ണിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു, എന്താണ്, ലീച്ചിങ് സോയിൽ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്, താഴേക്ക് ഇറങ്ങും, ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങും, ജലം താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സിലിക്കയും കാൽസ്യത്തിനെയും വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിനെന്തെന്ന് അറിയപ്പെടുന്നു, ലീച്ചിങ് സോയിൽ എന്ന് അറിയപ്പെടുന്നു. വേറെ വീട് നിർമ്മാണത്തിന് വെട്ടുകല്ലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, ചെങ്കൽ മണ്ണാണ്. ഇനി വിളകൾ ഏതൊക്കെ പറഞ്ഞു, മരിച്ചിനി, കശുമാവ്, റബ്ബർ, പിന്നെ തോട്ടവിളകൾക്കാണ് ആവശ്യം. അപ്പൊ 4 സ്ഥാനത്തുള്ള മണ്ണുകൾ ഏതൊക്കെയാണ്, അല്ലെ മൊത്തം 8 സ്ഥാനത്തുള്ള മണ്ണുകൾ ഏതൊക്കെയാണെന്ന് പറ. എക്കൽ മണ്ണ് 1ാം സ്ഥാനം, ചുവന്ന മണ്ണ് 2ാം സ്ഥാനം, കറുത്ത മണ്ണ് 3ാം സ്ഥാനം, ചെങ്കൽ മണ്ണ് 4ാം സ്ഥാനം, മരുഭൂമി മണ്ണ് 5, തീറ്റ 6, പർവ്വതം 7, ലവണ മണ്ണ് 8. അടുത്ത 5ാം സ്ഥാനത്തുള്ള മണ്ണ് ഏതാണ്, മരുഭൂമി മണ്ണാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, മരുഭൂമിയിലുള്ള മണ്ണ് എങ്ങനത്തെ മണ്ണാണത്, വരണ്ട മണ്ണ് കേട്ടോ. അപ്പൊ വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണ്. അപ്പൊ 5ാം സ്ഥാനത്ത് ആരാണ്, വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണ്. മരുഭൂമി മണ്ണ് ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എവിടെ കാണപ്പെടുന്നു, ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ ഭാഗത്ത്. മരുസ്ഥലി ഭാഗർ എവിടെയാണ്, പടിഞ്ഞാറ് ഭാഗത്തല്ലേ. അപ്പൊ ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗത്ത് കാണപ്പെടുന്ന മണ്ണാണ് ഏത്, മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്. ധാരാളം ചുണ്ണാമ്പ് നിക്ഷേപം അടങ്ങിയ കാങ്കർ പാളികൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിന് ഫലഭൂഷ്ഠത കുറവാണ്. അപ്പൊ എന്താണ്, ചുണ്ണാമ്പ് നിക്ഷേപമുള്ള കാങ്കർ പാളികൾ ഈ മണ്ണിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ണിന് എന്താണ്, ഫലഭൂഷ്ഠത കുറവാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശത്ത് കാണപ്പെടുന്നു. ധാരാളം ചുണ്ണാമ്പ് നിക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഫലഭൂഷ്ഠത വളരെ കുറവാണ്. ഓക്കെ അല്ലേ. ഇനി ചുവപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും ഇത് കാണപ്പെടും കേട്ടോ. അപ്പൊ മരുഭൂമി മണ്ണ് ഏതൊക്കെ നിറത്തിൽ കാണപ്പെടും, ചുവപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും കാണപ്പെടും. ചുവപ്പ് നിറത്തിലും കാണപ്പെടും, തവിട്ട് നിറത്തിലും കാണപ്പെടും. ഏത്, മരുഭൂമി മണ്ണ്. ഓക്കെ നോക്കി. ഇനി അലിയുന്ന ലവണാംശം കൂടുതലാണ്. എന്താണ്, അലിയുന്ന ലവണാംശം ഈ മണ്ണിൽ കൂടുതലാണ്. അലിയുന്ന ലവണാംശം കൂടുതലാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഉത്തര മഹാസമുദ്രത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശത്ത് കാണപ്പെടുന്നു. ധാരാളം ചുണ്ണാമ്പ് നിക്ഷേപം ഉള്ളതുകൊണ്ട് തന്നെ ഫലഭൂഷ്ഠത കുറവാണ്. ഇനി ചുവപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, അലിയുന്ന ലവണാംശം ഈ മണ്ണിൽ കൂടുതലാണ്. എന്താണ്, അലിയുന്ന ലവണാംശം ഈ മണ്ണിൽ കൂടുതലാണ്. ഇനി ഈർപ്പം സംഭരിക്കാനുള്ള കഴിവ് എങ്ങനെയായിരിക്കും, കുറവാണ്. നമുക്ക് മരുഭൂമിയിലെ മണ്ണിനെ തന്നെ ആലോചിച്ചുകൂടെ. അപ്പൊ അതിന് ഈർപ്പം സംഭരിക്കാനുള്ള കഴിവ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈർപ്പം സംഭരിച്ചു വെക്കാൻ കഴിവുള്ള ഒരു മണ്ണുണ്ട്, കറുത്ത മണ്ണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചു. അപ്പൊ ഈർപ്പം സംഭരിക്കാനുള്ള കഴിവ് കുറവ് ആർക്ക്, മരുഭൂമി മണ്ണ്. നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ 2 വിളകളല്ലാതെ ജോവർ, റാഗി അറിയാലോ. അപ്പൊ ഈ ജോവർ, റാഗി വിളകൾക്ക് ഏറ്റവും അനുയോജ്യം ഏത് മണ്ണാണെന്ന് ചോദിച്ചാൽ മരുഭൂമി മണ്ണാണ്. അപ്പൊ ജോവർ, റാഗി വിളകൾക്ക് അനുയോജ്യം ഏതാണ്, മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്. ഇത്രയും നമുക്ക് മരുഭൂമി മണ്ണിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഒന്നും കൂടി പറയാം. എന്തൊക്കെ പറയാം, ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശത്ത് കാണപ്പെടുന്നു. ധാരാളം ചുണ്ണാമ്പ് നിക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ ചുണ്ണാമ്പ് പാളികൾ കാണപ്പെടുന്നു. അതുകൊണ്ട്
ഫലഭൂഷ്ഠത കുറവാണ്. ഇനി എന്തൊക്കെ നിറത്തിൽ കാണപ്പെടുന്നു? ചുവപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. ഇതിനെ എന്താണ്? അലിയുന്ന ലവണാംശം കൂടുതലാണ്. ഈർപ്പം സംഭരിക്കാനുള്ള കഴിവ് കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജോവർ, റാഗി വിളകൾക്കാണ് അനുയോജ്യം. അപ്പൊ 5 മണ്ണുകളൊന്ന് പറഞ്ഞേ. എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ്, മരുഭൂമി അല്ലെങ്കിൽ വരണ്ട മണ്ണ്. അടുത്ത ആരാണ്? പീറ്റ് മണ്ണ്. ഏതാണ്? പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണെന്ന് പറഞ്ഞാൽ ഉയർന്ന മഴയും എന്താണ്? ഉയർന്ന മഴയും ഈർപ്പം കൂടുതലുള്ളതുമായ പ്രദേശത്ത് കാണപ്പെടുന്നു. പറഞ്ഞു നോക്കിയേ. ഉയർന്ന മഴയും ഈർപ്പം കൂടുതലുള്ളതുമായ പ്രദേശത്താണ് കാണപ്പെടുന്നത്. എടാ പീറ്റ് മണ്ണ് നമുക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എവിടേക്കാണ് അത് കാണപ്പെടുന്നത്. ഉയർന്ന മഴയും ഈർപ്പം കൂടുതലുള്ളതുമായിട്ടുള്ള പ്രദേശത്താണ് ആര് കാണപ്പെടുന്നത്? പീറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഇതിന് കനം കൂടുതലാണ്. എന്താണ്? കനം കൂടുതലാണ്. കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. കനം കൂടുതലാണ്, കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. എന്തൊക്കെ പറഞ്ഞു? ഉയർന്ന മഴയും ഈർപ്പം കൂടുതലുള്ള പ്രദേശത്ത് കാണപ്പെടുന്നു. കനം കൂടുതലാണ്, കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പീറ്റ് മണ്ണിന്റെ നിറം എന്താണ്? കറുത്ത നിറമാണ്. അങ്ങനെയാണെങ്കിൽ മരുഭൂമി മണ്ണ് ഏതൊക്കെ നിറത്തിൽ കാണപ്പെടും? ചുവന്നും തവിട്ടും. ചുവപ്പും തവിട്ടും. എടാ കറുത്ത മണ്ണ് അപ്പൊ നമ്മുടെ ഈ പീറ്റ് മണ്ണ് അപ്പൊ എവിടെയൊക്കെ ആയിരിക്കും? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇത് കാണപ്പെടാൻ എവിടെയായിരിക്കും സാധ്യത കൂടുതലും? എവിടെ? ആലപ്പുഴ, കോട്ടയം. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ കരിമണ്ണ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ആലപ്പുഴയും കോട്ടയം ജില്ലകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഇത് അവിടെ എന്തെന്നറിയപ്പെടുന്നു? കരിമണ്ണ്. അപ്പോൾ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്ന് അല്ലെങ്കിലോ കരിമണ്ണ് എന്നറിയപ്പെടുന്നതോ ഏതാണ്? പീറ്റ് മണ്ണാണ്. അപ്പൊ പീറ്റ് മണ്ണിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? കരിമണ്ണെന്ന് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ്? ചതുപ്പ് നിലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ചതുപ്പ് നിലങ്ങളിൽ ഇറങ്ങി അവിടെ കറുത്ത കളറായിരിക്കും അല്ലേ? അപ്പൊ ചതുപ്പ് നിലങ്ങളിലാണ് ഇത് എന്ത് കാണപ്പെടുന്നത്? പീറ്റ് മണ്ണ് കാണപ്പെടുന്നത്. കണ്ടൽ, ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കറുത്ത കളറുള്ള സാധനമല്ലേ കൽക്കരി. അപ്പൊ കൽക്കരി രൂപീകരണത്തിന് ഏതാണ്? അങ്ങനല്ലേ കേട്ടാ. കൽക്കരി രൂപീകരണത്തിനുള്ള മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണാണ്. അല്ലെങ്കിൽ കൽക്കരി രൂപീകരണം അല്ല, കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യ ഘട്ടമാണ് ഏത്? പീറ്റ്. അപ്പൊ കൽക്കരി രൂപീകരണത്തിന് കുറച്ച് ഘട്ടങ്ങളുണ്ടല്ലോ. അതിൽ ആദ്യത്തെ ഘട്ടം ഏതാണ്? പീറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 6ാമത്തെ ആളിനെ കുറിച്ചാണ് പഠിച്ചത്. ആളാരായിരുന്നു? പീറ്റ് മണ്ണായിരുന്നു. അപ്പൊ എന്തൊക്കെ പറയാം? എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഉയർന്ന മഴയും ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? പീറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഇതിന് കനം കൂടുതലാണ്. എന്ത് നിറമാണ്? കറുത്ത നിറമാണ്. ഇനി കോട്ടയത്തോ ആലപ്പുഴയിലൊക്കെ ഇത് എങ്ങനെ അറിയപ്പെടുന്നു? കരിമണ്ണ്. പിന്നെ നമ്മൾ ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? എന്ത് പ്രദേശങ്ങളിലാണ്? ചതുപ്പ് നിലങ്ങളിലാണ്. എന്തിന്റെ വളർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം? കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. എന്തിന്റെ രൂപീകരണത്തിൽ ആദ്യ ഘട്ടമാണ് പീറ്റ്? കൽക്കരി. കൽക്കരി രൂപീകരണത്തിന്റെ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടമാണ് പീറ്റ്. 7ാമത്തെ ആൾ ആരാണ്? പർവ്വത മണ്ണ്. 7 ആരാണ്? പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണെന്നും പറയാം. എന്താണ്? പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. എടാ പർവ്വത മണ്ണാണ്. അപ്പൊ എവിടെയായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്? ഉത്തര പർവ്വത മേഖലകളിലും ട്രാൻസ് ഹിമാലയൻ നിരകളിലും കാണപ്പെടുന്നു. എവിടെയൊക്കെയാണ്? ഉത്തര പർവ്വത മേഖലകളിലും ട്രാൻസ് ഹിമാലയൻ മേഖലകളിലും കാണപ്പെടുന്നു. എവിടെയൊക്കെയാണ്? ഉത്തര പർവ്വത മേഖലകളിലും ട്രാൻസ് ഹിമാലയൻ മേഖലകളിലും കാണപ്പെടുന്നു. ഇതിൽ ജൈവാംശം എങ്ങനെയാണ്? കൂടുതലാണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജൈവാംശം കൂടിയ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. നമുക്ക് അതിനകത്തിരിക്കുമ്പോ ഇതുപോലൊരു കൺഫ്യൂഷൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വേറെ കാണൂല. ജൈവാംശം കൂടിയ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. ജൈവാംശം കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? എവിടെയൊക്കെ കാണപ്പെടുന്നു? ഉത്തര പർവ്വത മേഖലകളിലും ട്രാൻസ് ഹിമാലയൻ മേഖലകളിലും കാണപ്പെടുന്നു. ജൈവാംശം കൂടിയ മണ്ണ്. ജൈവാംശം കൂടിയ മണ്ണ്. എടാ പർവ്വതങ്ങളിലല്ലേ? അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഏതൊക്കെ കൃഷി ആയിരിക്കുംടാ? ആപ്പിള്, തേയില. ആപ്പിൾ, തേയില തുടങ്ങിയ കൃഷികൾക്ക് അനുയോജ്യം. ആപ്പിൾ, തേയില തുടങ്ങിയ കൃഷികൾക്ക് അനുയോജ്യം. അപ്പൊ നമ്മൾ 7ാമത്തെ ആളിനെ കുറിച്ച് പഠിച്ചു. ആരാണ്? പർവ്വത മണ്ണ്. എവിടെയൊക്കെ കാണപ്പെടുന്നു? ഉത്തരപർവ്വത മേഖലയിലും ട്രാൻസ് ഹിമാലയൻ മേഖലകളിലും കാണപ്പെടുന്നു. പിന്നെ എന്ത് പറഞ്ഞു? എന്ത് കൂടുതലാണ്? ജൈവാംശം കൂടുതലാണ്. ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? ആപ്പിള്, തേയില. ഇനി 8ാമത്തെ ആൾ ആരാണ്? ലവണ മണ്ണ്. പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയില്, മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ
വരണ്ട മണ്ണ്, പീറ്റ് മണ്ണ്, പർവ്വത മണ്ണ് അല്ലെങ്കിൽ പർവ്വതമണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. എട്ടാമത് ആരാണ്? ലവണമണ്ണ്. ലവണമണ്ണിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വളക്കൂറില്ലാത്ത മണ്ണാണ് ആര്? ലവണമണ്ണ്. എന്താണ്? വളക്കൂറില്ലാത്ത മണ്ണാണ് ലവണമണ്ണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വളക്കൂറുള്ള മണ്ണും എന്താണ് ബലഭൂഷത കൂടിയ മണ്ണും ഒക്കെ പറഞ്ഞല്ലോ. വളക്കൂറില്ലാത്ത മണ്ണ് ഏതായിരുന്നു? ഊഷര. ഉർവര എന്തായിരുന്നു? ഫലഭൂഷത കൂടിയ മണ്ണ് ഉർവരയും വളക്കൂറില്ലാത്ത മണ്ണ് ഊഷരയും. അപ്പോൾ വളക്കൂറില്ലാത്ത മണ്ണായതിനാൽ ഊഷര മണ്ണ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വളക്കൂറില്ലാത്ത മണ്ണാണ് ഏത്? ലവണ മണ്ണ്. വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ ഊഷര മണ്ണ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലവണ മണ്ണിനെയാണ്. ലവണ മണ്ണില് ലവണത്വം കുറയ്ക്കണമല്ലോ, എങ്കിലല്ലേ ഉപയോഗമുള്ളൂ. അതിനെന്ത് ചേർക്കും? നമ്മൾ നേരത്തെ അമ്ലത്വം കുറയ്ക്കാൻ എന്ത് ചേർത്തു? കുമ്മായം ചേർത്തു. ഇനി ലവണത്വം കുറയ്ക്കാൻ എന്ത് ചേർക്കും? ജിപ്സം. ലവണത്വം കുറയ്ക്കാൻ എന്ത് ചേർത്തു? ജിപ്സം. അപ്പോൾ ഈ ലവണ മണ്ണിലെ ലവണത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ജിപ്സം. എന്താണ്? ജിപ്സം. അപ്പൊ വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ ഇതിനെ ഊഷര മണ്ണെന്ന് അറിയപ്പെടുന്നു. ഇതിനുള്ള ലവണത്വം കുറയ്ക്കാൻ ഇതിൽ എന്ത് ചേർക്കുന്നു? ജിപ്സം ചേർക്കുന്നു. ഹിമാനികളുടെ, ഹിമാനി അറിയാലോ, ഈ ഹിമാനികളുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെടുന്ന മണ്ണാണ് ഏത്? ലവണ മണ്ണ്. അപ്പൊ ഹിമാനികളുടെ നിക്ഷേപ ഫലമായി രൂപപ്പെടുന്നതും കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യവുമായ മണ്ണാണ് ഏത്? ലവണ മണ്ണ്. ഓക്കെ. അപ്പോൾ ആയുധമായ കാശ്മീർ മേഖലകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് കരേവ എന്ന് പറയും കേട്ടോ. ആ മണ്ണ് നമുക്കറിയാം, കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? കരേവ മണ്ണാണ്. അപ്പോൾ അത് എന്താണ് ഇവിടെ എന്തിനാണ് അത് പറഞ്ഞത്? ഹിമാനികളുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെടുന്നത് കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് ഏത്? കരേവ മണ്ണ് കേട്ടോ. കരേവ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് അതിന്റെ പോയിന്റ് ആയിട്ട് ഇവിടെ എന്താണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരുന്നോണ്ട് അങ്ങ് വായിച്ച് ഫ്ലോയിൽ അങ്ങ് പോയതാണ് ഗൈസ്. ഓക്കെ. അപ്പൊ നമ്മൾ ലവണ മണ്ണിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഊഷര മണ്ണെന്ന് അറിയപ്പെടുന്നു. ലവണത്വം കുറയ്ക്കാൻ എന്ത് ചേർക്കുന്നു? ജിപ്സം. ഇനി കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവ. അപ്പൊ നമ്മൾ 8 സ്ഥാനത്തുള്ള ആൾക്കാരെയും പഠിച്ചു കഴിഞ്ഞു. ഈ 8 ആയിട്ട് തിരിച്ച ആ ഒരു സ്ഥാപനം ആരാണ്? ICAR. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. 1929 വന്നത്. അതിന്റെ രൂപീകരണം, അതിന്റെ ഘടന, നിറം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മണ്ണിനെ എങ്ങനെ 8 ആയിട്ട് തിരിച്ചത്. ഇല്ല, എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഇനി 8 മണ്ണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ ആരെ കുറിച്ചാണ്? എക്കൽ മണ്ണ്. എത്ര ശതമാനം ഉണ്ട്? 40% ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ചുവന്ന മണ്ണ്. എത്ര ശതമാനം ഉണ്ട്? 18%. മൂന്നാം സ്ഥാനത്ത് ആരാണ്? കറുത്ത മണ്ണ്. എത്ര ശതമാനം ഉണ്ട്? 15%. നാലാം സ്ഥാനത്ത് ആരാണ്? ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്നറിയപ്പെടുന്നു. അടുത്ത 5ആം സ്ഥാനത്ത് ആരാണ്? മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണെന്ന് അറിയപ്പെടുന്നു. 6ആം സ്ഥാനത്ത് പീറ്റ് മണ്ണ്. അടുത്ത് കരിമണ്ണെന്നും പറയാം കേട്ടോ. അടുത്ത 7ആം സ്ഥാനത്ത് പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. 8ആം സ്ഥാനത്ത് ലവണ മണ്ണ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു മേഖലയാണ്. ഇനി ഇതിനകത്തൊന്നും ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല, അത്രയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.